ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരെ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഈശോയും ശിഷ്യന്മാരിലൂടെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടാവുക. ശിഷ്യന്മാർ നിലവിളിക്കുക. ഈശോ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. വലിയൊരു ശാന്തത വരുന്നു. അപ്പോഴൊരു ആശ്ചര്യത്തെക്കുറിച്ച് വചനം ഇപ്രകാരം കുറിച്ച് വച്ചിരിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 27-ാം തിരുവചനം. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ശിഷ്യന്മാർക്ക് വലിയ ആശ്ചര്യം വരിക. ഈശോ പറഞ്ഞപ്പോഴത്തേക്കും ശാന്തത വരും. ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുകയാണ്. നിന്റെ കർത്താവിനെ കുറിച്ച് പറയുക. എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ കർത്താവ്. പ്രതിസന്ധികളാകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, അമാനുഷിക ശക്തികളാകട്ടെ, എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള ക്രിസ്തു. ഇവനെ നീ കൂട്ടുപിടിച്ചാൽ ജീവിതത്തിൽ ഭയപ്പെടാനില്ല, ജീവിതത്തിൽ ടെൻഷൻ അടിക്കാനില്ല. ഈശോനെ ഒന്ന് കൂട്ടുപിടിക്കാവോ, നിന്റെ ജീവിതം ധന്യമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏത് കാറ്റും കോലും അടിച്ചാലും നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തെ വളരുവാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.